നമസ്കാരം. വിദ്യാസാഗറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 കോമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് 3rd ചാപ്റ്റർ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഗ്ലോബൽ ഓണ്ടർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പബ്ലിക് ഓർഗനൈസേഷൻസിനകത്തുള്ള ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസും എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വരുന്ന അടുത്ത ഒരു സെക്ഷനാണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിൽ വരുന്ന അടുത്ത ഒരു വിഭാഗമാണ് ഗവൺമെന്റ് കമ്പനീസ്. അപ്പോൾ ഈ ഗവൺമെന്റ് കമ്പനീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് കമ്പനീസ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതെന്താണെന്നൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഗവൺമെന്റ് കമ്പനീസ്, ഒരു ഗവൺമെന്റ് സ്ഥാപനം, ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? സർവീസ് ആയിരിക്കണം, സേവനമായിരിക്കണം. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതിനാണ് സർക്കാർ. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ സേവനമായിരിക്കണം. ഇനി ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഒരിക്കലും സേവനമായിരിക്കരുത്, അല്ലേ? അതെന്തായിരിക്കണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെ ആയിരിക്കണം. ഗവൺമെന്റിന്റെ ഉടമസ്ഥയുള്ള സ്ഥാപനം, അവർക്ക് വരുമാനം വേണം, അവരും പ്രോഫിറ്റ് കൂട്ടാനൊക്കെ അവർ നോക്കും. പക്ഷെ എന്നാലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം സേവനം തന്നെയാണ്, അല്ലേ? അവരെന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് അവർ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഉടമസ്ഥയുള്ള അത് ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ തന്നെ ആയിരിക്കണം. വരുമാനം ഉണ്ടാവണം എന്നാലും. പക്ഷേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് ഒരിക്കലും അവർ സർവീസ് നോക്കത്തില്ല, അവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഒരിക്കലും, അത് തന്നെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിന് മാത്രമേ എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ, എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ ഗവൺമെന്റ് കമ്പനീസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടുകൂടെ മിക്സ് ആയിട്ട് വരും. ഒരു കമ്പനിയാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്, അവർക്ക് പ്രോഫിറ്റ് നോക്കണം, ഒപ്പം ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ളതുമാണ്, അതുകൊണ്ട് സർവീസ് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് പ്രൈവറ്റിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടെ, സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുടെ ഒരു പാർട്ടിസിപ്പേഷനും കൂടി എന്ത് ചെയ്യും? ചേർത്തുകൊണ്ട് ചില കമ്പനീസ് തുടങ്ങും. അതാണ് ഗവൺമെന്റ്. അതാണ് എന്നല്ല പറയുന്നത്, ഇത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗവൺമെന്റ് കമ്പനീസും ഉണ്ട്, എന്നാൽ കുറച്ച് പ്രൈവറ്റിന്റെ പാർട്ടിസിപ്പേഷനുള്ള ഗവൺമെന്റ് കമ്പനീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞത്രയേ ഉള്ളൂ. ഗവൺമെന്റ് കമ്പനീസ് ഇവ കമ്പനികളാണ്. അതായത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ആരുടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതായ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റ് കമ്പനീസ്. ഈ പ്രൈവറ്റിന്റെ പാർട്ടിസിപ്പേഷൻ എടുക്കുന്ന സമയത്ത് 50-50 പാർട്ടിസിപ്പേഷൻ ഒരിക്കലും നടക്കത്തില്ല. ഷെയർ ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ ഷെയറിംഗ് ആണ് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് അതിന് കൈകാര്യം. വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ, ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഉടമസ്ഥയിൽ തന്നെയായിരിക്കും. വലിയ വലിയ എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് അതിന്റെ ഫണ്ട്, അതിന്റെ ഷെയർ കൈകാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു പ്രൈവറ്റിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്ന സമയത്ത് പകുതി 50% ഗവൺമെന്റും 50% പ്രൈവറ്റും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഇതിന്റെ പൂർണ്ണമായ അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ ഷെയറും ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്ന റൂളുണ്ട്. സോ 51% അറ്റ്ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞത് 51% ഷെയറും ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം? ഗവൺമെന്റിന്റെ കൈകളിൽ തന്നെ ആയിരിക്കും. അതായത് പകുതിയിൽ കൂടുതൽ ഷെയറും അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ അതിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം? ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം പ്രൈവറ്റ് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതായ സ്ഥാപനങ്ങളാണ്. പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി തുടങ്ങാൻ, ഇന്ത്യക്കകത്ത് ഒരു കമ്പനി തുടങ്ങാൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറേ അതിൻ്റെ അതിൻ്റെ നിലനിൽക്കുക, അത് കൈകാര്യം ചെയ്തു പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ഒരു ആക്ട് ഉണ്ട്. 1956 1956 എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ആക്ട്. അതിൻ്റെ പേരാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏതൊരു കമ്പനിയും ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് അനുസരിച്ച് മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും 1956 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള
പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയ സ്വകാര്യ വ്യക്തികളുടെ പങ്കാളിത്തത്തോടു കൂടിയ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം കൂടെ പറയണം. ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51% ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം, ഗവൺമെന്റിന്റെ കമ്പനി കയ്യിൽ തന്നെ ആയിരിക്കണം എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, a company in which 51% of share capital is held by the central or state government or partly by central government and partly by state government is called government companies. Okay, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. A company in which 51% of the share capital is held by, ഒരു കമ്പനിയുടെ 51% ഷെയറും ഷെയർ ക്യാപിറ്റലും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉടമസ്ഥത ഉള്ളത് ആരുടേതാണ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലാവാം, അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉടമസ്ഥതയിലാവാം. ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താവാം, പാർട്ട്ലി കുറച്ച് ഭാഗം സെൻട്രൽ ഗവൺമെന്റും കുറച്ച് ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റിനും ആവാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഗവൺമെന്റ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. ആ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരുപക്ഷെ പൂർണ്ണമായും അത് സെൻട്രൽ ഗവൺമെന്റ്, ഈ 51% ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 49 പ്രൈവറ്റ് ആണ്. ഓക്കെ, 51% ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഷെയർ ആയിരിക്കും. ചിലപ്പോൾ 51% സംസ്ഥാന ഗവൺമെന്റിന്റെ എന്താണ് ഷെയർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ഭാഗം സെൻട്രൽ ഗവൺമെന്റും കുറച്ച് ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനും ഒരു കമ്പനി തുടങ്ങാൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു കമ്പനി തുടങ്ങാൻ പറ്റും. ഇവരൊക്കെ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഒരു കമ്പനി തുടങ്ങാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ ഈ 51% ഷെയർ ക്യാപിറ്റൽ ഇവരൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒരു സ്റ്റേറ്റിനും ആ സെൻട്രലിനും കൂടെ. ഇപ്പോൾ കേരളവും 51% ഷെയറിൽ കുറച്ച് ഭാഗം കേരളത്തിൻ്റെ, കുറച്ച് ഭാഗം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. ഇനി ഒരു സംസ്ഥാനം തന്നെ വേണമെന്നില്ല, ഒരു 2 സംസ്ഥാനം, ഇപ്പോൾ കേരളവും തമിഴ്നാടും കർണാടക ആന്ധ്രാപ്രദേശ് 2 സംസ്ഥാനങ്ങൾ ചേർന്ന് കുറച്ച് ഷെയർ കൊടുത്തു, ബാക്കി ഭാഗം സെൻട്രൽ ഗവൺമെൻറ് ഇട്ടു, പിന്നെ കുറച്ച് ഭാഗം പ്രൈവറ്റ്. ഇങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. എന്തായാലും ശരി, 51% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഗവൺമെന്റിന്റെ കൈകൾ, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ കൈകളിലുള്ള അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയാണ്, കമ്പനികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഗവൺമെന്റ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായ? നെക്സ്റ്റ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫോംഡ് ബൈ രജിസ്ട്രേഷൻ അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഓക്കെ, 1956, 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ് ഈ കമ്പനികൾ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഇത്തരത്തിലുള്ള കമ്പനികൾ എന്ത് ചെയ്തിട്ടുള്ളൂ, രൂപീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ ദ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഈ കമ്പനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്താണ്, കേസ് കൊടുക്കാനായിട്ട്. ഈ കമ്പനിക്ക് മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ ഒക്കെ കേസ് കൊടുക്കാൻ പറ്റും. കേസ് കൊടുക്കപ്പെടുകയും ചെയ്യും. ഈ കമ്പനിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, കേസ് ചെയ്യാനായിട്ടും പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റ് സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കേസ് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ കംപ്ലൈന്റ് പറയാനായിട്ട് പറ്റും, അല്ലാതെ അത് എന്താണ് കോടതി മുഖാന്തരം ഒരു കേസ് വാദിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് കംപ്ലൈന്റ് കൊടുക്കത്തില്ല. വിവരാവകാശം നമുക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് കേസ് എന്താണ് പരാതി കൊടുക്കാനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ കേസൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനികൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് എടുക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പാരിസ്ഥിതിക മലിനീകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഗവൺമെന്റ് ഉടമസ്ഥയിലായതുകൊണ്ട് അത് കുറവായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പനികൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. ഈ കമ്പനിക്ക് മറ്റുള്ളവർക്കെതിരെ കേസും കൊടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്, ദ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഓക്കെ, കേസ് കൊടുക്കാനും കൊടുക്കപ്പെടാനും എന്തുണ്ട്, ആ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് ഒരിക്കലും കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാൻ, കാര്യം അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗവൺമെന്റ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സോ അവർക്ക് അങ്ങനെ കോൺട്രാക്റ്റിൽ, കരാറുകളിലൊന്നും ഏർപ്പെടാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ല. ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ റെഗുലേഷൻസ് അനുസരിച്ചാണ്. പിന്നെ ആ സ്ഥാപനത്തിന് സ്വന്തമായ ചില മെമ്മോറാണ്ടംസും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എന്താണ്
ചില പേപ്പേഴ്സാണ്, ചില സർട്ടിഫിക്കറ്റുകളാണ്. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഈ പറയുന്ന മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ എന്താണ്, അത് ഈ പറയുന്ന പേപ്പറാണ്. അതിൻ്റെ ആ റൂൾസ് ആൻഡ് ആ കമ്പനിയുമായിട്ട് കമ്പനിയുടെ ഈ പറയുന്ന എന്താണ് സർട്ടിഫിക്കറ്റുകളാണ്, ആ കമ്പനിയുടെയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ. അതൊക്കെ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മെമ്മോറാണ്ടവും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ പഠിക്കും. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഈ പറയുന്ന മെമ്മോറാണ്ടവും അനുസരിച്ചായാലും അതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് കമ്പനി ആയാലും ശരി, പ്രൈവറ്റ് കമ്പനി ആയാലും ശരി. സോ അതെന്തല്ല, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചല്ല ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ആ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളും അനുസരിച്ചാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ഇൻടു കോൺട്രാക്ട്, കരാറുകളിൽ ഏർപ്പെടാനായിട്ട് പറ്റും. ദെൻ ദ തേർഡ് പോയിന്റ് ഈസ് for the fourth point is it can acquire a property in its own name. ഇതിനാ സ്വന്തമായിട്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടികൾ, വസ്തുവകൾ വാങ്ങിച്ചിടാനുള്ള എന്തുണ്ട് അവകാശം, അല്ലെങ്കിൽ വാങ്ങിച്ചിടാനായിട്ട് ഇവർക്ക് കഴിയും. ഓക്കെ, ഇറ്റ് ക്യാൻ അക്വയർ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അതിന്റെ സ്വന്തം പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടികൾ വാങ്ങി വെക്കാനായിട്ട് പറ്റും. ദെൻ മാനേജ്മെന്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ എംപ്ലോയീസ് ആർ അപ്പോയിന്റഡ് ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എല്ലാ കമ്പനികളിലും എന്തുണ്ട്, ഈ പറയുന്ന മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. അവരുടെ റൂൾസും അവരുടെ പ്രൊസീജിയേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു പേപ്പറാണ്, നമ്മളെ വണ്ടിയുടെ ബുക്കും പേപ്പറല്ലേ, അതിനകത്ത് ആ കമ്പനിയുമായി സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഈ പറയുന്ന മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെല്ലാം നിങ്ങൾ വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അന്ന് അതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ മെമ്മോറാണ്ടവും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചാണ് ഇതിൽ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സാധാരണ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ എന്താണ്, നമ്മുടെ ഈ PSC വഴിയൊക്കെ നടക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ടെസ്റ്റ് ഒക്കെ എഴുതി അല്ലേ, അതിപ്പം മറ്റേ നമ്മളെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ശരി, റെയിൽവേസിലും അതുപോലെ പോസ്റ്റ് ഓഫീസിലും എടുക്കുന്നതായാലും ശരി, ടെസ്റ്റ് ഒക്കെ നടത്തി അതിന് വേറൊരു പ്രൊസീജിയേഴ്സാണ് അല്ലേ. അപ്പോൾ ടെസ്റ്റ് ഒക്കെ നടത്തി അതിന്റെ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അതിന് വേറൊരു പ്രൊസീജിയേഴ്സാണ്. പക്ഷേ ഇതിൽ പ്രൊസീജിയേഴ്സ് വേറെയാണ്. ഓരോ കമ്പനീസിനും ഓരോ ഇത് ഉണ്ട്. അവരുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അവർ ആർട്ടിക്കിൾസ് ഓഫ് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിൽ പറയുന്ന റൂൾസ് അനുസരിച്ച് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എംപ്ലോയീസിന് എടുക്കാൻ പറ്റത്തുള്ളൂ. എംപ്ലോയീസ് ആർ അപ്പോയിന്റഡ് ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓക്കെ, ദെൻ ദ സെവൻത് പോയിന്റ് ഈസ് they are exempted from the accounting and audit procedures. എല്ലാ കമ്പനികളിലും എന്ത് നടക്കും, ഈ രണ്ട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ നടക്കാറുണ്ട്. അത് പബ്ലിക് ആയാലും ശരി, പ്രൈവറ്റ് ആയാലും ശരി, എല്ലാ സ്ഥാപനങ്ങളിലും ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് നടക്കാറുണ്ട്. ഗവൺമെന്റ് ഓഡിറ്റിംഗ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഗവൺമെന്റ് ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത് അല്ലേ. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന എന്താണ് ഓഡിറ്റേഴ്സ് ആണ് വന്ന് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഡിറ്റിംഗ് എന്തിൽ നടക്കുന്നില്ല, ഈ പറയുന്ന ഗവൺമെന്റ് കമ്പനീസിൽ നടക്കുന്നില്ല. ദേ ആർ എക്സംപ്റ്റഡ് മീൻസ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇവർക്ക് ബാധകമല്ല എന്നാണ് അർത്ഥം. ഗവൺമെന്റ് ഓഡിറ്റിങ്ങും ഗവൺമെന്റ് അക്കൗണ്ടിങ്ങും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പോലെ ഗവൺമെന്റ് ഓഡിറ്റിങ്ങും ഗവൺമെന്റ് അക്കൗണ്ടിങ്ങും ഒന്നും, അല്ലെങ്കിൽ ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അവിടെ ഓഡിറ്റ് ചെയ്യുന്നു, അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നു. അതെല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അത് നടക്കാറുണ്ട്. ഈ ഗവൺമെന്റ് കമ്പനീസിൽ എന്തില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം ദി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഗവൺമെന്റ് ഓഡിറ്റിലും ഗവൺമെന്റ് പ്രൊസീജിയേഴ്സിൽ നിന്നൊക്കെ ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ട് ഉണ്ട്. Then the eighth point is it can obtain funds from government shareholding. അതായത് സർക്കാർ മൂലധനങ്ങളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് സമാഹരിക്കാൻ പറ്റും. ഇവർ പ്രവർത്തിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെന്റ് അനുസരിച്ചല്ലെങ്കിലും ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഉള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല എങ്കിലും ഇവിടുത്തെ എംപ്ലോയീസിനെ നിയമിക്കുന്ന ഇവരുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഫണ്ട് ഗവൺമെന്റ് സർക്കാർ മൂലധനത്തിൽ നിന്ന് ഗവൺമെന്റ് ക്യാപിറ്റലിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇവരെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗവൺമെന്റ് അങ്ങനെ ഗവൺമെന്റിന്റെ ഷെയർ ഇതിനകത്തുണ്ടല്ലോ. സോ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിൽ നിന്ന് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു 8 എണ്ണമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ അർത്ഥം നോക്കുക, മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഗവൺമെന്റ് കമ്പനീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The first one is easy to form by registration under Indian Companies Act.
ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് കമ്പനീസ് സ്ഥാപനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോമേഷൻ രൂപീകരിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. രജിസ്ട്രേഷൻ നടപടികൾ കിടക്കുന്നതിന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കമ്പനി തുടങ്ങാൻ പറ്റും. വേറെ അതിൻ്റെ നൂലാമാലകളൊന്നുമില്ല. മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇതിനൊക്കെ നമുക്ക് വേറെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിങ്സ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇതുപോലെ പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കി അത് അവിടെ നിന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നെ എല്ലാവരും പാസ്സാക്കി ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലേ പ്രത്യേക ഒരു ആ ബില്ലൊക്കെ അവതരിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ ഒരുപാട് നൂലാമാലകളൊക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് കമ്പനീസ് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോമേഷൻ നടത്താനായിട്ട് പറ്റും. ദെൻ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എപ്പാർട്ട് ഫ്രം ദ ഗവൺമെൻറ്. നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, പൂർണ്ണമായിട്ടും ഇത് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ല, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസും ഒക്കെ അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല, ഗവൺമെൻറ് ഷെയറുള്ള കമ്പനികൾ മാത്രമാണ്. സോ ഇതിന് ഗവൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, നിയമപരമായിട്ടൊരു നിലനിൽപ്പുണ്ട്, എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് എൻജോയ്സ് സ്റ്റാറ്റ്യൂട്ടറി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ അമിതമായ കൈകടത്തലുകൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം, അവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞു പോകുന്നു, അല്ല അവിടുത്തെ എംപ്ലോയീസിനെ എടുക്കുന്നതോ അവിടെ ഏതെങ്കിലും എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും, എംപ്ലോയീസിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഇരിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ അതിൻ്റെ എംപ്ലോയീസിനെ നിയമിക്കുന്നതും അവരെ നീക്കം ചെയ്യുന്നതും അവിടെ നടക്കുന്ന കമ്പനികൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ആ കമ്പനിക്കകത്തുള്ളിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. അവരുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം സ്റ്റാറ്റ്യൂട്ടറിയാണ്. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അഭിപ്രായത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് അനുസരിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നടക്കുന്ന തീരുമാനങ്ങളെല്ലാം അവിടുത്തെ ഡയറക്ടേഴ്സിന് തന്നെ എടുക്കാവുന്നതാണ്. സോ ഇറ്റ് ഹാസ് സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ് എൻജോയ്സ് സ്റ്റാറ്റ്യൂട്ടറി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസിൽ എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലേ. എന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തണമെങ്കിലും ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ കമ്പനിക്കകത്തുള്ള ആൾക്കാർക്ക് തന്നെ, കാര്യം ആ കമ്പനി പ്രവർത്തിക്കുന്ന അവിടുത്തെ റൂൾസ് അനുസരിച്ചാണ്, കമ്പനിയുടെ റൂൾസും ഇന്ത്യൻ കമ്പനീസ് ആക്ടും അനുസരിച്ചാണ്, ഗവൺമെൻറ്റിൻ്റെ ആ റൂൾസ് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ മാറ്റം വരുത്താനും ഒന്നും എന്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സോ അവിടെ വളരെ ഫ്ലെക്സിബിളാണ്, കാര്യങ്ങളെല്ലാം വളരെ ഫ്ലെക്സിബിളാണ്. ദെൻ ലെസ് ഗവൺമെൻറ് കൺട്രോൾ ലീഡ്സ് ലെസ് റെഡ് ടാപ്പിസം. ഗവൺമെൻറ് കൺട്രോൾ കുറവായതുകൊണ്ട് തന്നെ റെഡ് ടാപ്പിസവും കുറവാണ്. റെഡ് ടാപ്പിസം എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും ഒരു ആവശ്യമുള്ള തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ സർക്കാർ ജോലി മുറ പോലെ നടക്കുള്ളൂ. എന്തെങ്കിലും കൊണ്ടൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്യും, ഒരു ചുവന്ന നാടിൽ കെട്ടിയങ്ങ് വയ്ക്കും. പിന്നെ അത് അവിടെ ഇരുന്ന് ആരെങ്കിലും കൊണ്ടൊക്കെ വിളിച്ചു പറഞ്ഞ് നാളെ കിട്ടേണ്ട കാര്യം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഡിലേ ആണ്, ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം ഡിലേ ആണ്. അതാണ് റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. ഈ കമ്പനികളുടെ പ്രത്യേകം എന്താണ്, ഇതിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറവായത് കൊണ്ട് തന്നെ റെഡ് ടാപ്പിസവും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, ഇതെന്താണ് ഡയറക്ടേഴ്സ്, അതാണ് പറഞ്ഞത്, അവിടുത്തെ എംപ്ലോയീസിനെ നിയമിക്കുന്നത് അവിടുത്തെ ഡയറക്ടേഴ്സിനെ നിയമിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഡയറക്ടേഴ്സിനെയൊക്കെ നിയമിക്കുന്ന ആര് തന്നെയാണ്, ഗവൺമെൻറ്. അതിൻ്റെ ഹെഡിനെയൊക്കെ, ആ കമ്പനികളുടെ ഹെഡിൻ്റെ ആൾക്കാരെയൊക്കെ നിയമിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ തരത്തിലുള്ള ഇതൊന്ന്, അതായത് അവിടുത്തെ ഉള്ള പ്രൈവറ്റ് ആൾക്കാരാണ് നിയമിക്കുന്നതെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ എടുക്കുമ്പോഴത്തേ അല്ലാതെ ചിലപ്പോൾ കഴിവ് ഇല്ലാത്ത ആൾക്കാരെയൊന്നും അവർക്ക് എടുക്കാനൊന്നും പറ്റില്ല. കാര്യം അതിൻ്റെ ഡയറക്ടേഴ്സിനെ പൂർണ്ണമായിട്ടും തിരഞ്ഞെടുക്കുന്ന ആര് തന്നെയാണ്, മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ പ്രൈവറ്റ് വ്യക്തികൾ, ഇപ്പോൾ ഞാൻ നടത്തുന്ന സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് പരിചയമുള്ള ചിലപ്പോൾ ഒരു കഴിവില്ലാത്തവർ പിടിച്ച് ഞാൻ എന്ത് ചെയ്യും,
അവിടെ കയറ്റാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എംപ്ലോയി സെക്ഷനിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കൂടുതലും ഇങ്ങനെയുള്ള ഉയർന്ന പോസ്റ്റുകളിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറയുന്ന എന്താണ് താഴെക്കടയിലുള്ള ലോവർ ലെവലിലുള്ള വർക്കേഴ്സിനെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കി എടുക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ എംപ്ലോയീസിന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിലിരിക്കുന്ന ആൾക്കാർ അല്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല നല്ല ആൾക്കാർ തന്നെ ആയിരിക്കണം. അവരെ ഗവൺമെൻറ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് പറയാം, മെരിറ്റിൽ പറയാം. അതിനെ എടുത്ത് അതേപോലെ തന്നെ ഡീമെരിറ്റ് ആയിട്ടും അതിൻ്റെ ദോഷമായിട്ടും പറയാൻ പറ്റും അല്ലേ. തിരികെറ്റിൽ ഗവൺമെൻറ് തിരികെറ്റിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. തൽക്കാലം നമ്മൾ അഡ്വാൻറ്റേജിൽ പറയുന്നു എന്നുള്ളതാണ്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദീസ് കമ്പനീസ് ആർ ഏബിൾ ടു കൺട്രോൾ മാർക്കറ്റ് ആൻഡ് അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ. ഈ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പോളങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഒരു കമ്പോളത്തിൽ ഒരു വ്യവസായ ഒരു ഓർഗനൈസേഷൻ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മാർക്കറ്റ്, ഒരു ഇക്കണോമിക് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ് കമ്പനീസ്. ഒരുപാട് വരുമാനം ഗവൺമെൻറ്റിന് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് അല്ലേ. അതുകൊണ്ടാണ് ദീസ് കമ്പനീസ് ആർ ഏബിൾ ടു കൺട്രോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ആൻഡ് അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലെ നല്ല എവിടെയാണോ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ആ രാജ്യത്ത് അട്രാക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് സാധിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, അടുത്തായിട്ട് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻസ് പറയുന്നത് സിൻസ് ദ ഗവൺമെൻറ് ഈസ് ദ ഓൺലി ഷെയർ ഹോൾഡർ ഇൻ സം ഓഫ് ദ കമ്പനീസ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ഡസ് നോട്ട് ഹാവ് മച്ച് റെലവൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള കമ്പനികൾ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളും ആവാം, അല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി തുടങ്ങുന്ന കമ്പനീസും ആവാം അല്ലേ. പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനുള്ള കമ്പനികളും ഉണ്ട്. അത്തരത്തിലുള്ള കമ്പനികൾ അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഉടമസ്ഥയിലാണ്. സോ എന്ത് ചെയ്യുന്നില്ല, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്തരം സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത്. കാര്യം ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായതുകൊണ്ട് അതിൻ്റെ റൂൾസ് എല്ലാം ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ, ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യും, അതങ്ങ് തീരുമാനിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കമ്പനീസ് ആക്ടിൻ്റെ റൂൾസ് ഒന്നും അത്ര റിലവൻസ് ആയിട്ട് ചില സ്ഥാപനങ്ങളിൽ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇനി ഇത് പൂർണ്ണമായിട്ടും പ്രൈവറ്റിൻ്റെ ഇതിലാണെങ്കിലും അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് പൂർണ്ണമായിട്ടും ഇത് പ്രൈവറ്റിൻ്റെ കൈകളിലാണെന്നുണ്ടെങ്കിലും അവർ ഈ കമ്പനീസ് ആക്ട് വല്ലതും നോക്കും, ഇല്ല, അവർക്ക് അവരുടേതായ പ്ലാൻസ് ഉണ്ട്, അതിനനുസരിച്ചല്ലേ ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പുറത്തെ വസ്തു ചിന്തിച്ച് നോക്കിയാൽ മതി. ചില സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കമ്പനീസ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്, അവിടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഇതിൽ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഗവൺമെൻറ്റിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരതിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും. കമ്പനീസ് ആക്ടിലെ കാര്യങ്ങളൊന്നും അത്ര റെലവൻസ് ആയിട്ട് ചില സ്ഥാപനങ്ങളിൽ എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദ സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് ഇറ്റ് അവോയ്ഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ആസ് ഇറ്റ് ഈസ് നോട്ട് ആൻസറബിൾ ടു ദ പാർലമെൻറ്റ്. എന്തിന് ആൻസറബിൾ അല്ല, പാർലമെൻറ്റിന് ആൻസറബിൾ അല്ല. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നഷ്ടമുണ്ടായാലോ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളല്ല, ഇതുപോലെ ഈ പറയുന്ന പൊല്യൂഷനൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇതിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇവ അടച്ചു കൂട്ടുന്നതൊന്നും പാർലമെൻറ്റിൽ ആരും ചോദിക്കാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഫാക്ടറി കൂട്ടി അത് കൂട്ടി ഇത് വിടുന്നത് ആരും പറയാം. കാര്യം എന്തല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ടല്ലേ, ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചില കമ്പനികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ പാർലമെൻറ്റിൽ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ വർഷത്തെ അതിൻ്റെ വരുമാനം അല്പം കുറഞ്ഞു, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ആ കമ്പനികൾ നഷ്ടത്തിലൂടെയാണ് പോകുന്നത്, ഇങ്ങനെ ആൻസർ ചെയ്യേണ്ട ഈ കമ്പനികൾക്ക് അത് ആൻസർ ചെയ്യേണ്ട കാര്യം ഇല്ല. കാര്യം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഇതിനകത്തുണ്ട് എന്നുള്ളതല്ലാതെ ഇത് ഗവൺമെൻറ്റുമായിട്ട് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ പാർലമെൻറ്റിന് ആൻസറബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റികളും എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പാർലമെൻറ്റിൽ ഇത്തരം കമ്പനികളെ ഇവരുടെ പ്രവർത്തനങ്ങളെയൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല, കൂടുതലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എന്തെങ്കിലും പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ സാധാരണഗതികളിൽ ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റെസ്റ്റ് ഇൻ ദ ഹെഡ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ഹെഡ്, ഇതിൻ്റെ ഡയറക്ടേഴ്സിനെയൊക്കെ മേജറും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്,
ഗവൺമെൻറ്റാണ്. അത് അതിൻ്റെ ഒരു എന്താണ് ഗവൺമെൻറ് ആക്കുമ്പോൾ അത്രയും നന്നായിട്ടുള്ള ഡയറക്ടേഴ്സിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി അതിനെ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് മാനേജ്മെൻറ്റും അപ്പോൾ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായില്ലേ? അങ്ങനെ ആവാൻ പാടില്ല. ഇത് കമ്പനീസ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ആ കമ്പനിയുടെ മെമ്മോറാണ്ടോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, കാര്യം അത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. എന്നാൽ ഇതിലെ മാനേജ്മെന്റിനെയും ഇതിന്റെ ഡയറക്ടേഴ്സിനെയൊക്കെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് മാറും. അതാണ് പറഞ്ഞത് ദ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കൈകളിലാണ്. റെറ്റാപ്പിസം കുറവും ഫ്ലെക്സിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങളാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇതിനകത്ത് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വരും. നെക്സ്റ്റ് നോക്കൂ, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. കണ്ട, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത് എന്താണ്? ഗവൺമെന്റ് ആണ്. അതിനെ നമ്മൾ മെരിറ്റായിട്ട് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സ്വകാര്യ വ്യക്തി നിയമിക്കുന്നതിനേക്കാളും അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്ത് എന്ത് ചെയ്യും? അത്ര നല്ല കഴിവുള്ള ആൾക്കാരെ ഗവൺമെന്റ് നിയമിക്കും. ഗവൺമെന്റ് നിയമിക്കണം. പക്ഷെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല. അതാണ് അതിന്റെ ലിമിറ്റേഷൻ. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് നടക്കും. ഓക്കെ, അതാണ് തിരികെ കയറ്റലും അല്ലേ ഒക്കെ നടക്കും. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് രീതിയിൽ നമ്മൾ എഴുതണം. ഒരു കാര്യത്തിൽ തന്നെ മെരിറ്റായിട്ടും ഡീമെരിറ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. പിന്നെ ഈ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഏതൊരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെയും ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ഓക്കെ, then the last one is the directors and staff may not take active interest as they have no shares in the profits. ഓക്കെ, മനസ്സിലായ? അപ്പോൾ അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരന് ആ ബിസിനസ്സിനോടൊരു പ്രബന്ധമുണ്ട്. കാരണം ആ ബിസിനസ്സുകാരനോട് എന്തുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. കാര്യം ബിസിനസ്സുകാർ ഇത്ര രൂപ ക്യാപിറ്റൽ മുടക്കിയാണ് ആ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ആ മുടക്കിയ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്താണ്, ആ ബിസിനസ്സുകാരനോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അയാൾ മുടക്കിയ പണത്തിനനുസരിച്ചുള്ള അത്രയും ആത്മാർത്ഥത എന്ത് ചെയ്യും, അയാൾ ആ സ്ഥാപനത്തിലോട് കാണിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കമ്പനികളുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എല്ലാം ഗവൺമെന്റ് ആണ് അല്ലേ. മേജർ പാർട്ടും ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തിയാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആവാം. പക്ഷേ അതിന്റെ ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ, അതിന്റെ മാനേജേഴ്സിനെയൊക്കെ നിയമിക്കുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ആണ്. ഈ നിയമിക്കപ്പെടുന്ന ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യണമെന്നില്ല, അവർക്ക് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ അവർക്ക് ഒന്നുമില്ല അല്ലേ. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ സ്ഥാപനത്തിലുള്ള ഒരു കമ്പനി നമുക്ക് എടുക്കാം. ഒരു ഗവൺമെന്റ് കമ്പനി എടുക്കുന്നു, അതിന്റെ പൂർണ്ണമായ ഇതും എന്താണ്, ഗവൺമെന്റ് ആണ്. അപ്പോൾ അതിന്റെ ക്യാപിറ്റൽ പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. എന്നിട്ടും എന്ത് ചെയ്യും, അതിന്റെ ഡയറക്ടേഴ്സിനെ മാനേജേഴ്സിനെ ഗവൺമെന്റ് നിയമിക്കുന്നു. ആ നിയമിക്കപ്പെടുന്ന ഡയറക്ടേഴ്സ്, ആ നിയമിക്കപ്പെടുന്ന മാനേജേഴ്സ് അവരെന്തെങ്കിലും പൈസ അതിൽ മുടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റും എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് അല്ല, ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രസൻസ് അവർക്ക് എന്ത് ചെയ്യാം. സാധാരണ ഒരു ബിസിനസ്സുകാരന് ഒരു ബിസിനസ്സിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അവരവിടെ കാണിക്കത്തില്ല. അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 പോയിന്റുകളാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. നിങ്ങൾ ടെക്സ്റ്റിൽ ഇതൊക്കെ 1, 2, 3 പോയിന്റുകളൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ഇട്ട് കൂട്ടിച്ചേർത്ത് ഒരു 5, 7 പോയിന്റുകളാക്കി ഇതിനെ വച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൽ നിന്നും ഈ പറയുന്ന അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കണ്ടെത്തി എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ 2-3 പോയിന്റുകളൊന്ന് വായിച്ച് പഠിച്ചു വെച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഇതേപോലെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എഴുതാൻ കഴിയുമെങ്കിൽ അതുകൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്കിനനുസരിച്ച് ഇതിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഓക്കെ, 3 മാർക്കിന് 5 എഴുതാം, അല്ലെങ്കിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. 10 മാർക്കിന് ചോദിക്കാനൊന്നുമില്ല. ചോദിക്കുകയാണെങ്കിൽ അതൊരു 15 എടുത്തെൻഡ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗവൺമെന്റ് കമ്പനീസിനെ പറ്റിയാണ് പറഞ്ഞത്. ഗവൺമെന്റ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. 51% ഷെയർ ക്യാപിറ്റൽ ഗവൺമെന്റ് കൈകളിലായിരിക്കണം. ഇത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൈവറ്റ് വ്യക്തികളുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ തന്നെ ആയിരുന്നാലും 51% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഗവൺമെന്റ് കൈകളിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒറ്റയ്ക്ക് നടത്താം, സെൻട്രൽ ഗവൺമെന്റ് ഒറ്റയ്ക്ക് നടത്താം, സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ചേർന്ന് വേണമെങ്കിൽ നടത്താം. ഇതാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ഈ നോട്ടുകളെല്ലാം എന്ത് ചെയ്യുക, പോസ് ചെയ്ത ശേഷം എഴുതിയെടുത്ത് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പ്രാവശ്യം ഇത് കേട്ടിട്ട് പിന്നെ ഇത് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിച്ചു, ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് നല്ലോണം പഠിച്ചു എന്നല്ല പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ അർത്ഥം, ആ വായിക്കുന്ന സെന്റൻസിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓരോ വാക്കിന്റെ അർത്ഥം കിട്ടിയില്ലെങ്കിലും ആ മൊത്തത്തിലുള്ള ഒരു സെന്റൻസ് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ്
കിട്ടുന്നത് അതെങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിച്ചു നോക്കുക, ആ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. ഈ പറയുന്ന ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു പിക്ചർ ഉണ്ടാവണം, അതിലെന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടാവണം. അത് വെച്ചുകൊണ്ട് അപ്പോൾ ആ ഗവൺമെൻറ് കമ്പനീസ് എന്താണെന്ന് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എഴുതാം, അതിൻ്റെ ലിമിറ്റേഷൻസ് എഴുതാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. ഇങ്ങനെയുള്ള ക്ലാസ് എഫക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ, അവസ്ഥ കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.